കഴിഞ്ഞ ആഴ്ച രാവിലെ 10 മണിക്ക് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഓർമ്മ ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ വർഷം മൂപ്പരുമായിട്ട് ഉടക്കിയപ്പോ പറഞ്ഞ ഡയലോഗൊക്കെ ഓർമ്മ ഉണ്ടോ? അത് മറക്കൂല. നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞാലും പറയും അന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞു. മറക്കൂല. കാര്യം ഇമോഷണൽ വൈകാരികമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ഇമ്പാക്ട് ഉണ്ടാക്കും. ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അത് മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാത്തൊന്നും ലാസ്റ്റ് ചെയ്യില്ല. യൂസുഫ് അലി സാഹിബിനെ കുറിച്ചിട്ട് റസൽ സാഹിബ് പറഞ്ഞൊരു കഥയാണ്. ലണ്ടനിൽ വെച്ചിട്ട് അവരുടെ മക്കളുമായിട്ട് പോകുന്ന സമയത്ത് റസൽ ഭായിയുടെ മക്കൾക്ക് യൂസുഫ് അലി സാഹിബ് കുറച്ച് ഹദിയ കൊടുത്തു, ഗിഫ്റ്റ്, സം പൗണ്ട്സ് എടുത്ത് കയ്യിൽ കൊടുത്തു. ആ മക്കള് ഹാപ്പിയായി. എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, എന്താണ് ഉപ്പാ കൊടുക്കരുത്, നിങ്ങൾ ഗിഫ്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞു. ആ മക്കള് വളരെ ഹാപ്പി ആയിട്ട് പോയി. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ മക്കൾ ഇത് മറക്കുമെന്ന്? മറക്കില്ലത്, ലൈഫ് ലോങ് മറക്കില്ല. ഇതിപ്പോ ഈ വീഡിയോ കണ്ടതിന് ലോകത്താരും മറക്കൂല. കാര്യം അദ്ദേഹം മറന്നില്ലല്ലോ, അദ്ദേഹം എന്നോട് പറഞ്ഞില്ലേ, ഇപ്പൊ ലോകത്തുള്ള എല്ലാവരും അത് അറിഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാ? അതൊരു ഇമോഷണൽ സിറ്റുവേഷൻ ആക്കി അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാ. യൂസുഫ് അലി സാഹിബ് ഒരു ചോക്ലേറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇത് അറിയില്ലായിരുന്നു, ഈ സിറ്റുവേഷൻ ഇത്ര ഇമോഷണൽ ആവില്ലായിരുന്നു, ഡിസ്കസ് ചെയ്യപ്പെടില്ല, ചർച്ചയാവില്ല. പക്ഷെ യൂസുഫ് അലി സാഹിബ് ആ 50 പൗണ്ട് എടുത്ത് കൊടുത്തിട്ട് മോനെ ഹാവ് ഇറ്റ് വിത്ത് യു ആൻഡ് സ്പെൻഡ് ഫോർ യുവർ സെൽഫ് എന്ന് പറഞ്ഞപ്പോ ഒരു മെസ്സേജ്, ആ മെസ്സേജ് അവന്റെ ലൈഫ് ലോങ് അത് ഓർമ്മയായിരിക്കും. ഇമോഷണൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ ഓരോ മൊമെന്റും മെമ്മറബിൾ ആക്കാൻ സാധിക്കണം.